നമസ്കാരം. ഒരു സ്ത്രീയെ എന്തിനാണ് ഇത്തരത്തിൽ അവഹേളിക്കുന്നത്? എന്തിനാണ് അവരെ ഇത്തരത്തിൽ കുറ്റപ്പെടുത്തുന്നത്? ശോഭാ സുരേന്ദ്രനെതിരെ ഒരുപാട് ട്രോളുകൾ വരുന്നുണ്ട്. പത്രം തിരിച്ചു പിടിക്കുന്നു, പത്രം മറിച്ചു പിടിക്കുന്നു. അതൊക്കെ അവരുടെ അവകാശമല്ലേ? അതിനിടയിൽ ഇപ്പോൾ നിരാഹാര സമരത്തിനിടയിൽ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചു എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ കഞ്ഞിവെള്ളം കുടിച്ചു എന്ന് വെച്ചാൽ, അതല്ലെങ്കിൽ ആ സ്റ്റീൽ ഗ്ലാസ്സിന് പുറമെ എന്തായാലും കാണാത്തത് കൊണ്ട് അതിനകത്ത് ഫ്രൂട്ട്സ് ഒക്കെ മിക്സ് ചെയ്ത് ഒരു വെറൈറ്റി രീതിയിലുള്ള ഒരു സാധനം പരീക്ഷിച്ച് ശോഭാ സുരേന്ദ്രന് കുടിക്കാൻ കൊടുത്തു എന്ന് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾക്ക് എന്ത് പ്രശ്നമാണുള്ളത്? നേരത്തെ എൻ രാധാകൃഷ്ണനും അതുപോലെ തന്നെ പത്മനാഭനും ഒക്കെ നിരാഹാര സമരം കിടന്ന് അവശനിലയിലായപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ആ സ്ഥിതിയിലേക്ക് ശോഭാ സുരേന്ദ്രൻ എത്തണ്ട എന്നുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രന് കഞ്ഞിവെള്ളം കുടിക്കേണ്ടി വരും, അതുപോലെ തന്നെ ജ്യൂസ് കുടിക്കേണ്ടി വരും, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് മിക്സ് ചെയ്ത് ഒരു വെറൈറ്റി രീതിയിലുള്ള ഒരു പരീക്ഷണം അവിടെയുള്ള BJPയുടെ അല്ലെങ്കിൽ വനിതാ വിങ്ങിന്റെ നേതാക്കന്മാരൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ തന്നെ എന്താണ് നമുക്ക് പ്രശ്നമുള്ളത്? നിങ്ങൾ എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ഈ ശോഭാ സുരേന്ദ്രൻ നിരാഹാര സമരം കിടക്കുമ്പോൾ കഞ്ഞിവെള്ളം കുടിച്ചതിനെയൊക്കെ ജ്യൂസ് കുടിച്ചതിനെയൊക്കെ ഇങ്ങനെ ട്രോളുന്നത്? അത് നിരാഹാര സമരം എന്ന് പറയുമ്പോൾ BJP ആണ് അവിടെ നിരാഹാര സമരം നടത്തുന്നത്. അതിൽ ശോഭാ സുരേന്ദ്രനാണ് നിരാഹാര സമരം കിടന്നിട്ടുള്ളത്. എപ്പോൾ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി, നിങ്ങളതിനെ ട്രോളാൻ നിൽക്കരുത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ BJPയുടെ നേതാക്കന്മാരുടെ നിരാഹാര സമരം പോകുന്നുള്ളത്. അതായത് സ്റ്റീൽ ഗ്ലാസിന് അകത്തേക്ക് എത്തി നോക്കേണ്ട ഒരു സാഹചര്യം ട്രോളന്മാർക്ക് ഉണ്ടാക്കി കൊടുത്തത് BJPയുടെ നേതാക്കന്മാർ തന്നെയാണ്. അല്ലെങ്കിൽ ഇതിനു മുമ്പ് എത്ര നേതാക്കന്മാർ വെള്ളം കുടിച്ചിട്ടുണ്ട്? അവരുടെയൊക്കെ സ്റ്റീൽ ഗ്ലാസിനകത്തേക്ക് ഒളിഞ്ഞു നോക്കിയിട്ടില്ല എങ്കിൽ നിങ്ങളിലുള്ള വിശ്വാസക്കുറവ് തന്നെയാണ് ഈ ഒളിഞ്ഞു നോട്ടത്തിനുള്ള കാരണമെന്ന് എടുത്തു പറയേണ്ടതുണ്ട്. ശോഭാ സുരേന്ദ്രനാണെങ്കിൽ ഈയിടെ മറ്റൊരു വിവാദവും ഉണ്ടാക്കി. അതായത് പത്രം തിരിച്ചു പിടിച്ച് അത് വായിക്കുന്ന രീതിയിൽ ഒരു കോമാളിത്തരം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ചിത്രം നവമാധ്യമങ്ങളിലൂടെ ഷെയർ ചെയ്യിപ്പിക്കാൻ നേതൃത്വം കൊടുത്തതും ഈ ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. അപ്പോൾ ഈ BJPയുടെ നേതാക്കന്മാരുടെ ഈ തോന്നിവാസങ്ങൾ ഇങ്ങനെ കൂടിപ്പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വെള്ളം കുടിച്ചിട്ടുണ്ടാകാം, പക്ഷെ അതുവരെ ട്രോളായി പോകാനുള്ള കാരണം നിങ്ങളുടെ ചില കാട്ടിക്കൂട്ടലുകൾ കൊണ്ട് തന്നെയാണ്. അതായത് ശബരിമലയിലെ വിശ്വാസത്തെ മുൻനിർത്തിയിട്ട് രാഷ്ട്രീയ നാടകം കളിച്ചു, അതിലൊരുപാട് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചു. ഇതൊക്കെ പരസ്യമായ സന്ദർഭത്തിൽ ശോഭാ സുരേന്ദ്രൻ അടങ്ങുന്ന ഒരു കൂട്ടം BJPയുടെ നേതാക്കന്മാർ എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. മാധ്യമങ്ങളുടെ ചർച്ചകളിൽ തന്നെ ട്രോളുകൾക്കുള്ള വകുപ്പുകൾ അറിഞ്ഞുണ്ടാക്കി കൊടുക്കുന്ന ഒരു രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളാണ് BJPയുടെ ചില നേതാക്കന്മാർ ചെയ്യുന്നുള്ളത്. ഒരുപാട് നല്ല നേതാക്കന്മാരുണ്ടായേക്കാം, പക്ഷേ ചില നേതാക്കന്മാരുടെ ഈ തോന്നിവാസത്തിനെ എടുത്തു കാണിക്കാതിരിക്കാൻ പറ്റില്ല. എന്നിട്ട് അവസാനം BJPയുടെ സംസ്ഥാന പേജുകൾ അല്ലെങ്കിൽ FBയിലുള്ള പേജുകളൊക്കെ വന്നിട്ട് ശോഭാ സുരേന്ദ്രൻ കുടിച്ചത് വെള്ളമാണെന്ന് പറയേണ്ട ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാർ നിങ്ങൾ തന്നെയാണ്. കാരണം നിങ്ങൾ തന്നെയാണ് അതിനുള്ള വഴികൾ ഉണ്ടാക്കി കൊടുക്കുന്നുള്ളത്. ഇതിനു മുമ്പ് എത്ര നിരാഹാര സമരം നടത്തിയിട്ടുണ്ട്, എത്ര രാഷ്ട്രീയ പ്രവർത്തകർ കിടന്നിട്ടുണ്ട്. അവരൊക്കെ വെള്ളം കുടിക്കുന്നത് നോക്കി ആരും നിന്നിട്ടില്ല. പക്ഷെ ശോഭാ സുരേന്ദ്രൻ വെള്ളം കുടിക്കുന്നത് നോക്കി നിന്നത് അത്തരത്തിലുള്ള ചെയ്തികളാണ് ഇന്ന് മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. നിരാഹാര സമര പന്തലിൽ കിടക്കുന്ന സമയത്ത് വരെ വെറും തോന്നിവാസ രീതിയിൽ പത്രം മറച്ചു പിടിച്ച് അതീവ ഗൗരവത്തിൽ വായിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടാക്കിയ നിങ്ങളുടെ സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് ഒളിഞ്ഞു നോക്കിയതിൽ തെറ്റില്ല എന്ന ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം നിങ്ങൾ ഓരോ കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പത്രമാധ്യമങ്ങൾക്കുള്ള വാർത്തകൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഒരു ചാനൽ ഉണ്ടല്ലോ, ജനം TVയും, അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ കുഴലൂത്ത് നടത്തുന്ന മറുനാടൻ ചാനലൊക്കെ കൊടുത്തതുപോലെ ശോഭാ സുരേന്ദ്രൻ വെള്ളം കുടിക്കുന്നതിൽ എന്ത് കാര്യമെന്ന് ചോദിച്ചു. ശോഭാ സുരേന്ദ്രൻ വെള്ളം കുടിക്കുന്നതിൽ കാര്യമുണ്ട്. കാരണം വെള്ളം കുടിക്കുന്നതാണോ എന്ന ഒരു സംശയം വരെ അതിൽ ഉടലെടുത്തിട്ടുണ്ടെങ്കിൽ അത് ശോഭാ സുരേന്ദ്രന്റെ ചില നിലപാടുകൾക്ക്, ചില നീക്കങ്ങൾക്ക്, ചില തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ ഉണ്ടാക്കിയതിൻ്റെ പേരിലാണ് ഇത്തരത്തിലുള്ള ഒരു ഒളിഞ്ഞു നോട്ടങ്ങൾ ശോഭാ സുരേന്ദ്രന്റെ നിരാഹാര സമര പന്തലിലേക്ക് വരെ എത്തിപ്പെടുന്നത്. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്
നിങ്ങളുടെ രാഷ്ട്രീയ പോക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ എവിടെയൊക്കെയോ ആയിട്ട് നിങ്ങൾ തന്നെ കുറച്ച് വീഴ്ചകൾ എടുത്തു വെച്ചിട്ടുണ്ട്. ആ വീഴ്ചകൾ നിങ്ങൾക്ക് തിരിച്ചടിയായി വരുന്ന ഒരു സാഹചര്യമാണ് ഈ നിമിഷങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുള്ളത്. ഞങ്ങൾക്കറിയില്ല, ചിലപ്പോൾ സ്റ്റീൽ ഗ്ലാസ്സിൽ നിങ്ങൾ കഞ്ഞിവെള്ളം കുടിച്ചിരിക്കാം, അല്ലെങ്കിൽ ജ്യൂസ് കുടിച്ചിരിക്കാം, അതുമായി ബന്ധപ്പെട്ട പലതും നിങ്ങൾ, അല്ലെങ്കിൽ എനർജി ഡ്രിങ്ക് കുടിച്ചിരിക്കാം, അതൊക്കെ കുടിച്ചിരിക്കാം. പക്ഷെ അതൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷേ എത്തിനോട്ടത്തിനുള്ള കാരണം ചോദിക്കുന്നവർക്കുള്ള മറുപടി, നിങ്ങളിൽ നിന്ന് തന്നെ ഓരോ വീഴ്ചകൾ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളുടെ ചെറിയ തെറ്റുകൾ പോലും ഞങ്ങൾ വലിയ രീതിയിൽ കാണിക്കേണ്ടി വരുന്നു. കാരണം അത് നിങ്ങളിൽ നിന്ന് വരുന്ന വീഴ്ചകളുടെ അടിസ്ഥാനത്തിലാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.